സുവിശേഷത്തിന് വേണ്ടി മരിക്കുവാനുണ്ട്. കർത്താവിന് വേണ്ടി പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക. കർത്താവിന് വേണ്ടി പട്ടിണി കിടക്കുന്ന ആദ്യത്തെ വ്യക്തി നിങ്ങളല്ല, അവസാനത്തെ വ്യക്തി നിങ്ങളല്ല. നിങ്ങൾ അതിനിടയിലുള്ള ഒരു വ്യക്തി മാത്രമാണ്. ആ വഴിയിലൂടെ യേശു കടന്നു വരുന്നതിന് മുൻപ് തന്നെ പലരും കടന്നുപോയിരുന്നു. യേശുവിന് ശേഷവും അതേ വഴിയിലൂടെ പലരും കടന്നു വന്നു. യേശു നസ്രയത്തിൽ വന്ന് താമസിച്ചത് അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ മുൻകൂട്ടിയുള്ള പദ്ധതി പ്രകാരമാണ്. ഞാൻ ജയിലിൽ കിടന്നെങ്കിൽ ദൈവിക പദ്ധതിയിലുള്ള കാര്യമാണ്. സത്യത്തിൽ ആ കേസ് പോലും ഉണ്ടാകുന്നതിന് 5 വർഷം മുൻപ് ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ പോരാടുകയാണല്ലോ, എന്നാൽ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ജയിലിൽ നിങ്ങൾ കിടക്കേണ്ടതായി വരും. അന്ന് ഈ വിഷയം ഞാൻ അത്ര ഗൗരവത്തിലെടുത്തിരുന്നില്ല. പക്ഷേ 5 വർഷം കഴിഞ്ഞ് ആ കാര്യം നിറവേറിയപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നല്ലോ അത് എന്ന്. പട്ടിണി കിടന്നെങ്കിൽ അത് ദൈവിക പദ്ധതിയാണ്. പരിഹാസമേറ്റെങ്കിൽ അത് ദൈവിക പദ്ധതിയാണ്. നസ്രായൻ എന്ന് വിളിച്ച് നിന്നെ ജനങ്ങൾ പരിഹസിക്കുന്നുവെങ്കിൽ അത് ദൈവിക പദ്ധതിയാണ്. നീ നസ്രായൻ എന്ന് വിളിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഇന്ന് നസ്രായൻ എന്ന പേര് കേട്ടാൽ ഭൂതങ്ങൾ ഞെട്ടിവിറയ്ക്കും. അപ്പോസ്തലന്മാർ പറയുന്നു, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു, രോഗങ്ങൾ സൗഖ്യമാകുന്നു. നീ നസ്രായൻ എന്ന് വിളിക്കപ്പെട്ടത് ഒരു പരിഹാസപ്പേരെന്നുള്ള നിലയ്ക്കാണെങ്കിൽ ആ പരിഹാസ പേര് പറയുമ്പോൾ ഭൂതങ്ങൾ പിൽക്കാലത്ത് ഞെട്ടിവിറയ്ക്കും, രോഗികൾ സൗഖ്യമാകും. ആ പേരിലൂടെ അനേകർ വിടുതൽ പ്രാപിക്കുവാനിടയായിത്തീരും. നിന്റെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളുക, അത് പിൽക്കാലത്ത് വരുവാനുള്ള അനുഗ്രഹത്തിന്റെ ഒരു നാന്ദി മാത്രമാണ്. നിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നത് തികച്ചും യാദൃച്ഛികമായി വന്നു എന്ന് ധരിക്കരുത്. അത് ദൈവിക പദ്ധതിയിൽ കൂടെ വന്നതാണ്. നാം കണ്ടിട്ടില്ലാത്ത, നാം ചിന്തിച്ചിട്ടില്ലാത്ത ചില പദ്ധതികളൊക്കെ ദൈവത്തിന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ദൈവം അപ്രകാരം ചെയ്യുവാനിടയായത്. ദൈവമക്കളെ, ഞാൻ ഈ പറഞ്ഞു വന്നതിന് ചുരുക്കം ഇതാണ്. ദൈവം സ്വന്തം മകനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവന് വേണ്ടി ജനിക്കാൻ ഒരു സ്ഥലം ഒരുക്കിയില്ല, കയറി കിടക്കാൻ ഒരു സ്ഥലം ഒരുക്കിയില്ല. ഇസ്രായേലിന് രാജാവായി പിറന്നവന് രാജകൊട്ടാരത്തിലല്ല അവൻ വാസമൊരുക്കിയത്, ദാവീദിന്റെ നഗരത്തിൽ പോലുമല്ല വാസമൊരുക്കിയത്. ജനങ്ങളെല്ലാം പരിഹാസ പേര് പറഞ്ഞു വിളിക്കുന്ന ആ നസ്രയത്തിലാണ് ഒരുക്കിയത്. 30 വയസ്സുവരെ ആരാലും അറിയപ്പെടാത്തവനായി അവൻ കഴിഞ്ഞുകൂടി, സാധാരണക്കാരനായി കഴിഞ്ഞുകൂടി. ഇതൊക്കെയും നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന മാതൃകയാണ്. പച്ചമരത്തിന്റെ സ്ഥിതി ഇതാണെങ്കിൽ ഉണക്കമരത്തിന്റെ സ്ഥിതി എന്താകും? ദൈവത്തിന്റെ ഏകജാതനായ പുത്രന് വേണ്ടി ദൈവം ഇതാണ് കരുതിയതെങ്കിൽ ഈ പുത്രന്റെ പിന്നാലെ ഇറങ്ങിയ ക്രിസ്ത്യാനിക്ക് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുവാൻ സാധ്യമല്ല. ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, പട്ടിണി വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, രോഗം വരുമ്പോൾ, പരിഹാസമുണ്ടാകുമ്പോൾ ദൈവമക്കളെ, നാം ദൈവത്തെ പഴിക്കരുത്. നമ്മുടെ നാഥൻ ഇതെല്ലാം അനുഭവിച്ചതല്ലേ? ഇതെല്ലാം അനുഭവിച്ചിട്ട് നമുക്ക് പിന്തുടരാൻ മാതൃക വെച്ചിട്ട് പോകുകയല്ലേ ചെയ്തത്? സമൃദ്ധിയുടെ സുവിശേഷക്കാർ മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുകയും മറ്റൊരു സുവിശേഷം പറയുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവിനെ കുറിച്ചല്ല അവർ പറയുന്നത്. നമ്മുടെ കർത്താവിന് സുവിശേഷമല്ല അവർ പ്രസംഗിക്കുന്നത്. അവർ മാമോനെയാണ് പ്രസംഗിക്കുന്നത്. മാമോൻ കൊടുക്കുന്ന അനുഗ്രഹത്തിന്റെ കാര്യമാണ് അവർ പറയുന്നത്. മാമോനെ സേവിക്കുന്നവർ അതിന്റെ പിന്നാലെ പോകട്ടെ. നസ്രായനായ യേശുവിനെ സേവിക്കുന്നവർ ഇതുപോലുള്ള കഷ്ടതകളെല്ലാം അനുഭവിക്കാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. കഷ്ടത കൊണ്ട് നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. നിങ്ങൾക്ക് മുമ്പേ ഈ കഷ്ടത അനുഭവിച്ചവനാണ് നമ്മുടെ നാഥൻ. പട്ടിണി അനുഭവിച്ചവനാണ്, ദാഹിച്ചവനാണ്, വിശന്നു വലഞ്ഞവനാണ്, ദരിദ്രനായി ഒന്നുമില്ലാതെ നടന്നവനാണ്, നികുതി കൊടുക്കാൻ പോലും പണമില്ലാതെ കഷ്ടപ്പെട്ടവനാണ്. എല്ലാവിധ കഷ്ടതകളും അനുഭവിച്ച് ഒടുവിൽ ക്രൂശിനെ നിന്ദയിൽ സഹിച്ച് നമുക്ക് വേണ്ടി യാഗമായി തീർന്നവന്റെ പിന്നാലെയാണ് നാം ഇറങ്ങിയിരിക്കുന്നത്. ദൈവമക്കളെ, ധൈര്യപ്പെടുക. കഷ്ടത വരുമ്പോൾ ധൈര്യപ്പെടുക. ദുഃഖങ്ങൾ വരുമ്പോൾ ധൈര്യപ്പെടുക. നമ്മുടെ നാഥൻ ഇതെല്ലാം അനുഭവിക്കുകയും നമുക്ക് വേണ്ടി പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെട്ടത് യാദൃച്ഛിക സംഭവമല്ല. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ കഷ്ടതകൾ അത് യാദൃച്ഛിക സംഭവമല്ല. ദൈവിക പദ്ധതിയിലുള്ളതാണ് ഈ കഷ്ടതകൾ. ദൈവം നമുക്ക് വേണ്ടി എന്തൊക്കെയോ മുൻകരുതിയിട്ടുണ്ട്. ആ പദ്ധതിയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ കഷ്ടത. യോസേഫ് പൊട്ടക്കിണറ്റിൽ കിടക്കേണ്ടത് ആവശ്യമാണ്, ജയിലിൽ കിടക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അവൻ രാജാവാകുമെന്നത് ദൈവമാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ സംഭവിക്കും.
അലൻബി ഇവിടേക്ക് വരേണ്ടത് ആവശ്യമായിരുന്നു ഇസ്രായേലിന് രാജ്യം നേടിക്കൊടുക്കുവാൻ. പക്ഷേ അതിന് 2500-ലധികം വർഷങ്ങൾ ഇസ്രായേൽ ജനം കാത്തിരിക്കേണ്ടതായി വന്നു. ദൈവമക്കളെ, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ ഭരിക്കുന്നവൻ ഇന്നുവരെയും ആ രാജഭാരം ഏറ്റിട്ടില്ല. ഇന്നും നസ്രായൻ എന്നാണ് അവൻ വിളിക്കപ്പെടുന്നത്, മഹാരാജാവെന്നല്ല. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വരികയില്ല. എന്നാൽ അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. നമുക്ക് വേണ്ടി ഒരു മാതൃക വെച്ചിട്ട് പോയവനാണ് നസ്രായനായ യേശു. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാഥൻ പോയി അതേ വഴിയെ കൂടെ നടക്കുവാൻ ആവശ്യമായ പരിജ്ഞാനം, ആവശ്യമായ കൃപ, ആവശ്യമായ ധൈര്യം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പ്രസംഗം ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇതുപോലെയുള്ള സുവിശേഷ പ്രസംഗങ്ങളോ ഗാനങ്ങളോ അനുഭവ സാക്ഷ്യത്തിന്റെ CD-കളോ നിങ്ങൾക്ക് ലഭിക്കണം എന്ന് താൽപര്യപ്പെടുന്നു എങ്കിൽ CD-യിൽ കാണുന്ന അഡ്രസ്സിലോ ടെലിഫോൺ നമ്പറിലോ samkuttimaman@yahoo.com എന്ന ഇമെയിൽ അഡ്രസ്സിലോ ഞങ്ങളുമായി ബന്ധപ്പെടുക.